നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കാണപ്പെട്ട പുലിപ്പല്ല് മാല ഇപ്പോൾ വലിയ വിവാദത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ചെയിനാണ് അന്വേഷണത്തിന് തുടക്കമായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇടപെടുന്നത്. വനം വകുപ്പ് അയച്ച വിജ്ഞാപനത്തിൽ ജൂലൈ 21-നകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലയിൽ അതെന്തിനേയും പറ്റിയ രേഖകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുലിപ്പല്ല്, ഡിപ്പാർട്ട്പല്ല് തുടങ്ങിയവ ഷെഡ്യൂളിൽ അടങ്ങുന്നവയാണ്. ഇതിന്റെ ഉടമസ്ഥതയ്ക്ക് നിയമപരമായ രേഖകൾ വേണം. ഇല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കർശന ശിക്ഷയാണ് പ്രതീക്ഷിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ എ മുഹമ്മദ് ഹാഷിമാണ് ആദ്യമായി പരാതി നൽകിയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും പോലീസിനും അദ്ദേഹം ഫോട്ടോകളും മറ്റ് തെളിവുകളും കൈമാറിയിട്ടുണ്ട്. ഇതിനു മുൻപ് പാട്ടുകാരൻ വേടനും അതുപോലെയുള്ള ഒരു കേസിൽ ഫോറസ്റ്റ് വകുപ്പിന്റെ പിടിയിലായിരുന്നു. അതിലും യഥാർത്ഥ പല്ലായിരുന്നു ഉപയോഗിച്ചത്. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നു മാത്രം: സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ടായതൊക്കെയും ഒരു സ്റ്റൈലാണോ അതോ നിയമലംഘനമാണോ എന്നത് വൈകാതെ വ്യക്തമാകും. എല്ലാ കണ്ണുകളും ഇനി ജൂലൈ 21-ന് നടക്കാനിരിക്കുന്ന വിശദീകരണത്തിൽ. ഇൻസ്റ്റാ ന്യൂസ് മലയാളം, തിരുവനന്തപുരം.